നമസ്കാരം. ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടക്കിടക്ക് മാറ്റുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. എത്ര വലിയ വമ്പനാണെങ്കിലും ശരി, ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഇറാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത അത്തരത്തിലുള്ളതാണ്. ഒരു ഭാഗത്ത് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മുന്നിൽ ഒരു വലിയ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടെ ഇറാൻ ഉപേക്ഷിക്കണം. ആണവ ചർച്ച കൊണ്ട് മാത്രം കാര്യമില്ല. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ ഉപേക്ഷിച്ചാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലാത്ത പക്ഷം ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കണം, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കണം. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം. എന്തായാലും ഇപ്പോൾ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചേക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് സമയത്തും ഒരു ആക്രമണം അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഉണ്ടാകും. അതുകൂടെ അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. ജോർദാൻ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് വിന്യസിച്ച ഒരു ഉപഗ്രഹ ചിത്രം ചൈന ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. ഇവിടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ അമേരിക്കയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഇറാനും ഒട്ടും പുറകിലല്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്ക ഇറാനെ തൊട്ടാൽ ഈ യുദ്ധം പൊടി പാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് ഇറാനെ നേരിട്ട് സഹായിക്കുന്നതിന് വേണ്ടി ചൈന ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിൽ 2 കപ്പലുകൾ ചൈന വിന്യസിച്ചിരിക്കുന്നു. ഒന്ന് ഇവിടെ ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു കപ്പലാണ്. മറ്റൊന്ന് ഇവിടെ നിരീക്ഷണ കപ്പലാണ്. അതായത് അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഇറാന് വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പലാണ്. അങ്ങനെ 2 കപ്പലുകൾ ഇവിടെ ചൈന ഒമാൻ ഉൾക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുമായി ഒരു വലിയ കരാറിൽ ഇറാൻ ഇപ്പോൾ ഏർപ്പെട്ടു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് Su-57 എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫൈറ്റർ ജെറ്റുകൾ റഷ്യ അത് കൊടുക്കും, ഇറാനാണ് അത് വാങ്ങാൻ പോകുന്നത് എന്ന ചില വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് എല്ലാ നിലക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായാൽ എല്ലാ നിലക്കും ആ ആക്രമണത്തെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ പ്രത്യാക്രമണം നടത്താനും ഇറാൻ തയ്യാറായിരിക്കുന്നു. ഒരു ഭീഷണിയെയും വകവെക്കുന്നില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ട്രംപ് ഇപ്പോഴും ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ്. ഇനി സൈനിക നീക്കം വേണ്ടി വന്നാൽ അത് പുറകോട്ട് പോകില്ല, ഒരു സൈനിക നീക്കം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി. ഒരു ഭാഗത്ത് ചർച്ചയുടെ സ്വരം ഒരു ഭാഗത്ത് കാണിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭീഷണിയുടെ ഒരു സ്വരവും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയാണെങ്കിൽ അത് മാന്യമായ രീതിയിലുള്ള ചർച്ച, ഇനി ചർച്ചയല്ല യുദ്ധമാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന ഒരു നിലപാട് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇവിടെ ഇറാനെ സഹായിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എല്ലാവിധ ഇന്റലിജൻസ് സഹായവും റഷ്യയും ചൈനയും ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇറാനോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ ചൈന തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത എന്തായാലും ഇപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ ട്രംപ് ചൈനീസ് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ട്രംപിന്റെ ആ ഫോൺ കോളിന് കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഇവിടെ ചൈനീസ് പ്രസിഡന്റ് കാര്യമായി എടുത്തിട്ടില്ല. ഇറാനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും സഹായവും ഇപ്പോൾ ചൈന നൽകിപ്പോരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്.